ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇത് നമ്മൾ കഴിച്ചാലുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. സൂപ്പർ ടേസ്റ്റ് ആട്ടാ. ഇതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓവനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓറിയോ ആണ്. 10 രൂപയുടെ 3 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊളിച്ചിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കില്ലേ ഒരു 1/2 കപ്പ് സാധാരണ പാലുണ്ടല്ലോ, 1/2 കപ്പ് പാലെടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിൽമൻ്റെ പാലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂറെങ്കിലും പുറത്തെടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് അത് നന്നായിട്ട് അലിഞ്ഞും കിട്ടും. ഇതാ ഈ ഒരു രീതിയിൽ നല്ലൊരു ബാറ്ററായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 10 റുപ്യേൻ്റെ 3 പാക്കറ്റ് ബിസ്ക്കറ്റിന് 1/2 കപ്പ് പാൽ ആ ഒരു അളവിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു ബാറ്ററായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതാ ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അലൂമിനിയത്തിൻ്റെ. അത് ഞാൻ ജസ്റ്റ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാധാരണ സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിത് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ലെയറിന് മാത്രമേ ഉണ്ടാവൂ. ഞാനിപ്പോൾ ഒരു 1/2 കിലോൻ്റെ ഡ്രീം കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ഇഞ്ചിൻ്റെ ഇതിൽ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ നമ്മളെ സ്റ്റീലിൻ്റെ ലെഞ്ച് ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതിലായാലും മതി കേട്ടോ. ഇനി ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമ്മളെ കേക്കിൻ്റെ ടിന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 12 അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാത്രം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ചൂടാക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലിൽ കാണുന്ന ഈ വൈറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രീമാണ്. അതിങ്ങനെ മെൽട്ടായിട്ടുള്ളതാണ്, ഒന്നും സാരിയില്ല. പക്ഷേ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ചോക്ലേറ്റ് ഗണേഷാണ്. അതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ക്രീം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതാ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വേഗം മെൽട്ടായി കിട്ടും. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിനായി ഇതാ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് സെറ്റാക്കുന്നത്. നമ്മൾ സെയിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ കേക്ക് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ 1/4 കപ്പ് പാലിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ നമ്മുടെ ക്രീം അതിൻ്റെ മേലയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവം വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം വളരെ വളരെ ഈസി ആയിട്ടും എന്നാൽ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിലൊരു വ്യത്യാസമില്ലാണ്ട് സൂപ്പറായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പകരം നിങ്ങൾക്ക് ഡയറി മിൽക്ക് എടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ കുറച്ചൊരു കാഷ്നട്ട് 4 പീസ് കാഷ്നട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് 50 ഗ്രാം ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഡയറി മിൽക്കോ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ചോക്ലേറ്റ്സോ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ആ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഡ്രീം കേക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓറിയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ചോക്ലേറ്റൊക്കെ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ ഫ്രീസറിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത് അരമണിക്കൂർ സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ അതിൻ്റെ മേലേൽ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചോക്ലേറ്റിൻ്റെ മേലേൽ കൂടെ. അപ്പോൾ ഇതുണ്ടെങ്കിലും മതി, ഓപ്ഷണലാണ്. അപ്പോൾ സെറ്റായിട്ടുള്ള നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പോൾ ഇത് മിനിമം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് അരമണിക്കൂർ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡ്രീം കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.